പരമസുധാ നിൻ വചനമെൻ പരിചിൽ നിറയും നിൻമുഖശോഭ. പരമസുധാ നിൻ വചനമെൻ പരിചിൽ നിറയും നിൻമുഖശോഭ. ചാവിനായി നീ പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ സഭ കാത്തിരിപ്പിന്റെ ദിനങ്ങളിലൂടെ പ്രാർത്ഥനാപൂർവം ഒരുങ്ങി മുന്നോട്ടു പോകുന്ന അനുഗ്രഹീത ദിനങ്ങളാണ് ഇപ്പോൾ. നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിനങ്ങൾ കർത്താവിന്റെ അപ്പോസ്തലന്മാർ പ്രാർത്ഥന നിരതരായി ആശ്വാസദാതാവിനെ പ്രാപിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് യെരുശലേമിൽ തന്നെ പാർത്ത് തങ്ങളെ തന്നെ ഒരുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്ത ആശ്വാസദായകൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് യെരുശലേമിലും യഹൂദ്യ മുഴുവനിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരും എന്നുള്ള കർത്താവിന്റെ വചനത്തിന് കാതുകൊടുത്ത് മറ്റെങ്ങും മാറിപ്പോകാതെ യെരുശലേമിൽ തന്നെ പാർക്കുന്ന ശിഷ്യന്മാർ 50-ാം ദിവസം സ്വർഗാരോഹണത്തിന് ശേഷം 10-ാം ദിവസം പെന്തിക്കൊസ്തി നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളുടെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ ആവസിച്ചതായി അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കർത്താവിന്റെ അപ്പോസ്തലന്മാർ കർത്താവിന്റെ ഭൗതികമായ അസാന്നിധ്യത്തിൽ പോലും ഭീരുത്വത്തിൽ നിന്ന് ധീരന്മാരായി മാറുകയാണ്. പത്രോസ് ഉൾപ്പെടെയുള്ളവർ കർത്താവിന്റെ പീഡാനുഭവ സമയത്ത് പതറിപ്പോയവരാണ്, ആകുലപ്പെട്ടു പോയവരാണ്, ചഞ്ചലിച്ചു പോയവരാണ്, തള്ളിപ്പറഞ്ഞവരാണ്. അതെല്ലാം സംഭവിക്കുന്നത് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ഭയത്തിന്റെ പശ്ചാത്തലത്തിലാണ്, ഭീരുത്വത്തിന്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ വായിക്കുന്നു. അവർ ധൈര്യത്തോടെ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിപ്പാനായി ഭൂമിയുടെ അറ്റത്തോളം യാത്ര ചെയ്യുകയാണ്. തീർന്നില്ല, കർത്താവിനും കർത്താവിന്റെ സുവിശേഷത്തിനും വേണ്ടി രക്തസാക്ഷികളായി തങ്ങളുടെ പ്രാണനെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായി എന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കാത്തിരിപ്പിന്റെ അനുഗ്രഹീതമായ ദിനങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനല്ല ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മളെ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, പ്രത്യേകിച്ച് സഭാപ്രവേശനത്തിന്റെ വിശുദ്ധ കൂദാശയായിരിക്കുന്ന മാമോദീസായിലൂടെ നാം പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ഉദ്ദീപിപ്പിക്കാൻ, പുനരുജ്ജീവിപ്പിക്കാൻ, ഒന്ന് പുതുക്കിയെടുക്കാൻ നമുക്ക് ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങൾ സഹായകരമായിട്ട് തീരണം. നമ്മെ തന്നെ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് ഒരുക്കി പെന്തിക്കൊസ്തി പെരുന്നാളിന്റെ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ അധന്യ മുഹൂർത്തത്തിൽ പരിശുദ്ധാത്മാവിന്റെ പുതുക്കം പ്രാപിച്ചവരായി ക്രിസ്തീയ സാക്ഷ്യം നിറവേറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങൾ ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ദൈവിക ശക്തിയിൽ നിറഞ്ഞു നിൽപ്പാൻ, ദൈവത്തിന്റെ കൃപയിലായിരിക്കാൻ
വചനത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന് ജ്വലിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചിന്തിച്ചോരയൂറ്റിയൻ വാഴ്വിനായി ചാവിനായി നീ നൊന്തുവ ക്രൂശിൽ ചിന്തിച്ചോരയൂറ്റിയൻ വാഴ്വിനായി കുരിശിൽ നിണമൊഴുക്കി ക്രിസ്തുനാമ കീർത്തനം സദാ നിത്യവാസമെന്നും ഈശനോ